നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് കഴിഞ്ഞ സെഷനിൽ നമ്മൾ സംസാരിച്ചിരുന്നതാണ് ക്ലാരിറ്റി ഉണ്ടാവണം, ക്ലാരിറ്റി വേണം കാര്യങ്ങളിൽ, എന്നാൽ ഒരു കോൺഫിഡൻസ് വരുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഈ ക്ലാരിറ്റി എന്താന്നുള്ളത് ഇപ്പൊ നമ്മൾ സംസാരിച്ചപ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്തിനാണ് ചെയ്യണേ, എന്തുകൊണ്ടിട്ടാണ് ഞാൻ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന്റെ കൃത്യമായ ഒരു ധാരണ എന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ആ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഓരോ ദിവസേന ഡേ ബൈ ഡേ എന്ന് പറയാം, നമ്മൾ എന്താണോ തെരഞ്ഞെടുക്കുന്നത്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ ചെയ്യുന്നത്, ഇതെല്ലാമാണ് ഈ നമ്മൾ എന്ന് പറയണ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഓരോരുത്തരും നമ്മളായി മാറിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇത്ര നേരം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന പല കാര്യങ്ങളും ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പക്ഷെ അവിടെ ഒരു ആക്ഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് അട്ടർ വേസ്റ്റ് ആണ്. അവിടെ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടും യാതൊരു കാര്യമില്ല. ഒരു ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആക്ഷൻ വന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നോളേജ്, നമ്മളെല്ലാവരും പറയും നോളേജ് ഇസ് പവർ എന്നൊക്കെ പറയും ഓരോരുത്തര്. നോളേജ് പവർ ഒന്നുമല്ല, നോളേജ് ഇസ് ഓൺലി എ പൊട്ടൻഷ്യൽ. ആ ഒരു പൊട്ടൻഷ്യൽ ആണ്, ആക്ഷൻ ആണ് പവർ ആവണേ. കാരണം നോളേജ് ഇസ് പവർ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ആ ശരിക്കും നോളേജ് കൊണ്ട് എന്താ കാര്യം? നോളേജ് ഉണ്ടായിട്ട് അതൊരു ആക്ഷനിലേക്ക് പോയില്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പൊ അതൊരു പൊട്ടൻഷ്യൽ മാത്രമാണ്. അപ്പൊ ഒരു ഐഡിയ, ആക്ഷൻ ഇല്ലാത്ത ഒരു ഐഡിയ എന്ന് പറയുന്നത് അത് യൂസ്ലെസ് ആണ്, ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇഷ്ടം പോലെ ഐഡിയാസ് നമുക്ക് ഉണ്ടാവും, പക്ഷെ അവിടെ ഒരു ആക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യമില്ല. അപ്പൊ നമ്മളെ ഓരോരുത്തരെയും ഡിഫൈൻ ചെയ്യണത് നമ്മുടെ ആക്ഷനിൽ കൂടിയാണ്, അല്ലാണ്ട് നമ്മുടെ വാക്കുകളിൽ കൊണ്ടല്ല. നമ്മുടെ ആക്ഷൻ ആണ്. നമുക്കറിയാം, ഈ ഓരോ ആൾക്കാരെ നമ്മൾ എടുത്തു നോക്കി അറിയാം, അവരുടെ ആക്ഷൻ ആണ് അവരാരാന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നത് അല്ലെ. അവരുടെ ആക്ഷനാണ് നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കി തരുന്നത്. നമ്മുടെ ഓരോ ആക്ഷനും വളരെ ക്ലാരിറ്റിയോടുകൂടെ അല്ലെങ്കിൽ ഒരു പേർപ്പസോടുകൂടെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു റിസൾട്ട് ഉണ്ടാവും. എന്ത് പേർപ്പസിനാണോ നമ്മളത് ഇടുന്നത്, അത് ആ വേണ്ട രീതിയിൽ ഇട്ടാൽ അവിടെ ഒരു റിസൾട്ട് ഉണ്ടാവുന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അപ്പൊ ആക്ഷൻ എന്ന് പറയുന്നതാണ് ഫൗണ്ടേഷൻ ഓഫ് എവ്രി സക്സസ്. ഫൗണ്ടേഷൻ കീ എന്ന് പറയും. ഫൗണ്ടേഷൻ കീ ഓഫ് എവ്രി സക്സസ് ആക്ഷൻ ആണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും തോട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് നമ്മുടെ തോട്ട്സ് ഒന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, അതാണ് നമ്മുടെ വാക്കായിട്ട് വരുന്നത്. നമ്മുടെ ഓരോ തോട്ടും ആണ് നമ്മുടെ വാക്കായിട്ട് വരുന്നത്. നമ്മുടെ ഓരോ വാക്കാണ് നമ്മുടെ ഓരോ ആക്ഷൻ ആയിട്ട് വരുന്നത്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ ഓരോ ആക്ഷൻ ആണ് നമ്മുടെ ഹാബിറ്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ ഓരോ ഹാബിറ്റ് ആണ് നമ്മുടെ ക്യാരക്ടർ ആയിട്ട് വരുന്നത്. ഈ ക്യാരക്ടറാണ് നമ്മുടെ ജീവിതം നിശ്ചയിക്കുന്നത്. അത് ഡെസ്റ്റിനിയെ തീരുമാനിക്കണ നമ്മുടെ ക്യാരക്ടറാണ് അല്ലെ. അപ്പൊ ഇത് തുടങ്ങണ എവിടെന്നാ? തോട്ട് അല്ലെ. ഈ തോട്ടാണ് വേർഡ്സ് ആയിട്ട് വരണേന്ന് പറയും. ചിലപ്പോ നമ്മൾ ഈ വെള്ളോടിയ ആൾക്കാരെ കണ്ടിട്ടില്ലേ, പോലീസിനെ കണ്ട അവർക്ക് ഭയങ്കര ഡീസന്റ്, അപ്പൊ അവർക്ക് ബോധമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവർക്ക് പറയേണ്ടത് മുഴുവൻ വെള്ളമൊടിച്ചതിന്റെ പേരിൽ ചിലപ്പോൾ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു എന്ന് വരും. അവരുടെ ഉള്ളിൽ കിടക്കുന്നതാണ് ആക്ഷൻ ആയിട്ട് പുറത്തേക്ക്, അല്ലെങ്കിൽ വേർഡ്സ് ആയിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ അത് നമ്മൾ ചെയ്യണേനെ ബേസ് ചെയ്തിട്ട്, അല്ലാണ്ട് നമ്മൾ പറയണേനെ ബേസ് ചെയ്തിട്ടല്ല. നമ്മളെ എന്താ പറയാ ഐഡന്റിഫൈ ചെയ്യണത് അല്ലെങ്കിൽ നമ്മളെ വിലയിരുത്തണത് അക്കോർഡിംഗ് ടു വാട്ട് വി ഡു ആൻഡ് നോട്ട് വാട്ട് വി സേ. അപ്പൊ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ മോട്ടീവ് ഇൻ ആക്ഷൻ എന്നാണ് അതിന് പറയാ, മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും പറയേണ്ട കാര്യമൊന്നുമില്ല, നമ്മളത് ആക്ട് ചെയ്യുക. നമ്മൾ നിർദ്ദേശിക്കുകയൊന്നും വേണ്ട, നമ്മൾ അത് കാണിച്ചു കൊടുക്കുക. നമ്മൾ ആർക്കും ഒരു പ്രോമിസും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ അത് എന്താ പറയാ ചെയ്ത് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്ന് പറയാം നമുക്ക്. അപ്പൊ എന്താ പറയുക, ഒരു ഡിഫറൻസ് ലൈഫിൽ ഉണ്ടാക്കണം എന്ന് എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അത് എന്ത് ഡിഫറൻസാ ലൈഫിൽ ഉണ്ടാക്കണ്ടേന്ന് ഡിസൈഡ് ചെയ്യണത് നമ്മളാണ്. വാട്ട് യു ഡു മേക്സ് എ ഡിഫറൻസ്, ശരിയാണ്. പക്ഷെ വാട്ട് ഡിഫറൻസ് യു ഹാവ് ടു മേക്ക് എന്നുള്ളത് അത് നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മളൊരു ആക്ഷൻ ഇട്ടാൽ മാത്രമേ നമ്മുടെ മുമ്പിലുള്ള പ്രോകാസ്റ്റിനേഷൻ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള എന്താ പറയുക തടസ്സങ്ങൾ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ നമ്മുടെ പേടി, ഇതെല്ലാം മാറണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ആക്ഷൻ ഇട്ടാൽ മാത്രമേ അത് മാറുള്ളൂ. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രീമും നമ്മുടെ റിയാലിറ്റി തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആക്ഷനാണ്. നമ്മുടെ ഡ്രീമും നമ്മുടെ റിയാലിറ്റിയും ഇതിന്റെ ഇടയ്ക്കുള്ളത് ആ ഒരു ഡിസ്റ്റൻസിനെ അളക്കണം എവിടെയാ? നമ്മുടെ ആക്ഷനാണ്. അപ്പൊ ആക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഹാപ്പിനെസ് കൊണ്ടുവന്നോളണം യാതൊരു നിർബന്ധവുമില്ല. ആക്ഷൻ വിൽ നോട്ട് ഗിവ് യു ഹാപ്പിനെസ്, പക്ഷെ ഒരു ഹാപ്പിനെസ് ലൈഫിൽ ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു ആക്ഷൻ.
ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഹാപ്പിനെസ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം അത് നമ്മൾ എല്ലാവരും അറിയണ ഒരു കാര്യം. നമുക്ക് അറിയാം നമ്മുടെ ലൈഫിൽ നമ്മൾ അങ്ങനെ കണ്ടേക്കുന്നത്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഫ്യൂച്ചർ ഡിപ്പെൻഡ് ചെയ്യണത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ചെയ്യണ എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫ്യൂച്ചർ ഡിപ്പെൻഡ് ചെയ്യണത്. നമ്മൾ ഇന്നിടുന്ന ആക്ഷനാണ് നാളത്തെ നമ്മുടെ ഫ്യൂച്ചർ എന്താന്നുള്ളത് തീരുമാനിക്കുന്നത്. നമ്മളിപ്പോ ഒരാളുടെ മനസ്സ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങേരുടെ വാക്ക് ശ്രദ്ധിച്ചാൽ അങ്ങേരുടെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അവരുടെ ഹൃദയം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ആക്ഷൻസ് ശ്രദ്ധിച്ചാൽ അറിയാം. അവരെങ്ങനെയാ ബിഹേവ് ചെയ്യണേ, ഒരു പബ്ലിക് പ്ലേസിൽ എങ്ങനെയാ ബിഹേവ് ചെയ്യണേ, ഒരു ക്രൗഡിൽ എങ്ങനെയാ ബിഹേവ് ചെയ്യണേ, ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവരെങ്ങനെയാ ബിഹേവ് ചെയ്യണേ, അവരെന്ത് വാക്കാ യൂസ് ചെയ്യണേ. ഇതൊക്കെ ഇതിൽ തന്നെ നമ്മൾ ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ അത് മതി. അപ്പൊ നമ്മളെല്ലാവരും ഒരു ഗ്ലാസ് ഹൗസിൽ പോലെയാ. നമ്മളെ കാണാത്ത എന്താ പറയാ, ഒരു 100 കണ്ണുകൾ നമ്മളെ നോക്കിയിരിക്കുന്നുണ്ട്. നമ്മുടെ ആക്ഷൻ സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ്. നമ്മുടെ ആക്ഷൻ നമ്മൾ ആരാന്ന് പറയും. അപ്പൊ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളുടെ ആ ഒരു ക്ലാരിറ്റിയെ പറ്റി ഞാൻ നേരത്തെ സംസാരിച്ച ക്ലാരിറ്റി വളരെ ക്ലിയർ ആയിരിക്കണം നമുക്ക്. അപ്പോഴാണ് നമ്മുടെ ആക്ഷൻ, നമ്മുടെ ഒരു ഡൗട്ട് ഇല്ലാണ്ട് മുമ്പോട്ട് പോകണമെങ്കിൽ, നമ്മുടെ മുമ്പിൽ മലകൾ പോലെ ഉണ്ടാവും. നമ്മളൊരു ഫിയറോ ഡൗട്ടോ ഉണ്ടെങ്കിൽ മല പോലെ വന്ന് മുമ്പിൽ ഒരു ബ്ലോക്ക് ആയിട്ട് നിൽക്കണ്ടാവും. പക്ഷെ നമ്മൾ എന്ന ആക്ഷൻ ഇട്ട് നമ്മൾ അതിനെ മുമ്പോട്ട് പോയി തുടങ്ങിയാൽ മാത്രമേ ഇതിനെ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പൊ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു റെമഡിയാണ്. നമ്മുടെ ആ ഒരു ബെറ്റർ ലൈഫ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആക്ഷൻ ഒരു റെമഡിയാണ് അതിന്. കാരണം എല്ലാ ഇൻപുട്ട് അകത്തേക്ക് പോയിക്കണ എല്ലാ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടാക്കി മാറ്റാനായിട്ടുള്ള ഒരേ ഒരു വഴി നമ്മുടെ ആക്ഷൻ മാത്രമാണ്. അതിൽ അബ്ദുൽ കലാം പറയണ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറയണെന്ന് വെച്ചാൽ അങ്ങേർക്ക് തിരമാല വളരെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. തിരമാല വളരെ ഇഷ്ടമാവുന്നതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉയർച്ചയിലേക്ക് എത്തുന്നോണ്ടോ താഴ്ചയിലേക്ക് പോകുന്നോണ്ടോ അല്ല, മറിച്ച് ഓരോ താഴ്ചയിലും അവിടെ നിന്ന് ഉയർത്തെണീക്കാനുള്ള ആ ശ്രമമാണ് ഓരോ തിരമാലയോടും ഇഷ്ടം തോന്നിയേക്കണേന്ന് അങ്ങേരൊരു ഇതിനകത്ത് പറയുന്നുണ്ട്. ഒരു കോട്ട് ഉണ്ട് അങ്ങേരുടെ. അപ്പൊ അതുപോലെയാണ് നമ്മുടെ എല്ലാവരുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ എന്ത് പ്രശ്നങ്ങളുടെ ഇടയിലാണെങ്കിലും, ജീവിതം എന്ന് പറയുന്ന പ്രശ്നങ്ങളുടെ ഇടയിലാണ് നമ്മൾ ജീവിച്ചു മുമ്പോട്ട് പോകേണ്ടത്. അല്ലാണ്ട് ഒന്നും ആർക്കും ഈസി ആയിട്ടൊന്നും മുമ്പോട്ട് പോകാൻ പറ്റില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും, മക്കളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഭാര്യ ഭർത്താക്കൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവും, ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാം, എന്താ പറയുക നെയ്ബേഴ്സിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, സാമ്പത്തിക പ്രശ്നം, എല്ലാ രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ പ്രശ്നങ്ങളാന്ന് പറഞ്ഞിരുന്നിട്ട് എന്ത് കാര്യം? ഇപ്പൊ ഞാനൊരു പേന എടുത്ത് ഞാൻ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന എനിക്ക് പേന മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ അതിനെ എടുത്തൊന്ന് സൈഡിലേക്ക് മാറ്റിയിട്ടാൽ എല്ലാത്തിന്റെയും കൂടെ ഒരെണ്ണാണ് എൻ്റെ ആ പ്രശ്നം, അല്ലെ? അത് നമ്മൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ജീവിതം നമുക്ക് ഒരു കാലത്തും നമുക്ക് മര്യാദക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഒരിക്കലും പറ്റില്ല. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രോങ് പേർപ്പസിൽ നമുക്ക് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളെ ആരും പുറയുന്നു ഉന്തണ്ട. അത് മനസ്സിലാക്കുക. ഒരു സ്ട്രോങ് ആയിട്ട് നമുക്ക് ഒരു ക്ലാരിറ്റി ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേർപ്പസ് നമുക്ക് ഉണ്ടെങ്കിൽ ഒരാളും നമ്മളെ ഉന്തി തല്ലിക്കൂട്ടി എങ്ങോട്ടും വിടേണ്ട ആവശ്യമില്ല. ജോലിക്ക് പോകാനാണെങ്കിലും, പഠിക്കാനാണെങ്കിലും, ബിസിനസ് ചെയ്യാനാണെങ്കിലും, ജീവിതത്തിൽ ഏത് രീതിയിൽ ഉയർന്നു പോകാനാണെങ്കിലും ആരും നമ്മളെ പുഷ് ചെയ്യേണ്ടാവില്ല. നമ്മുടെ പാഷൻ നമ്മളെ അവിടെ എത്തിച്ചോളും. നമ്മുടെ പാഷൻ നമ്മളെ ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയിക്കോളും. അപ്പൊ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, പറക്കാനായിട്ട് നമുക്ക് ചിറകുകളുടെ ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൽ ഉള്ളിലൊരു വലിയ ആകാശം ഉണ്ടായാൽ മതി, അല്ലെ? ഉള്ളിലൊരു വലിയ ആകാശം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര വേണമെങ്കിലും പറക്കില്ലേ അവിടെ. നമുക്ക് ചിറക് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ചിറക് വേണ്ട. ചിറകില്ലാണ്ട് തന്നെ നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ ഏത് ഉയരം വരെ പറന്ന് നമ്മൾ ഉയരങ്ങളിൽ എത്തും, നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ആകാശം ഉണ്ടെങ്കിൽ. റൈറ്റ്? അപ്പൊ നമ്മുടെ ആക്ഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓരോ ചുവട് മുമ്പോട്ട് വെക്കുമ്പോഴും ഒരു ക്ലാരിറ്റിയോടുകൂടെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് നേടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു റെമഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അവർ ആക്ഷൻ. ആക്ഷൻ പാർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദർ ഇസ് നോ ചേഞ്ച് വിത്ത് നോ ആക്ഷൻ. അതാണ് ഇന്ന് എനിക്ക് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്. അപ്പൊ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്.